നീ എന്തു പറയും? അത് ആ മാവേലിയുടെ വയറ്റിൽ വെച്ചു എന്ന് പറഞ്ഞാലോ? ഏത് മാവേലി? ഓണപ്പരിപാടിക്കൊള്ളുന്ന മാവേലി. കോടതി എന്നെ വെറുതെ വിട്ടു സാറേ. നീ അതിന് ഞങ്ങളെ സമർത്ഥമായി അങ്ങ് ഉപയോഗിച്ചു. എന്നും നിങ്ങൾ മാത്രം ജയിച്ചാൽ പോരല്ലോ സാറേ. പക്ഷെ സാർ ഇപ്പോഴും സാറിൻ്റെ കൺമുന്നിൽ നടക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. സാറിന് തോന്നുന്നുണ്ടോ ഇത് ഞാൻ ഒറ്റയ്ക്കാ ചെയ്തതെന്ന്? സാറിൻ്റെ മകനിപ്പോൾ എവിടെ ഉണ്ട്? അടുത്തതായി നിയമവും സംരക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാനായി നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ചെത്തിയ റിട്ടയർഡ് SI പത്മനാഭൻ പിള്ള സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ വൈസ് ചെയർമാൻ ശ്രീ രാമനാഥൻ സർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, കാക്കിയിട്ട ഒരു പോലീസുകാരനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്താണ് തോന്നുക? പറയൂ. പേടി. പരമാർത്ഥം. പക്ഷെ എന്തിനാണ് നിങ്ങൾ അവരെ പേടിക്കുന്നത്? നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും നിങ്ങളെ സേവിക്കാനും ചുമതലപ്പെടുത്തിയിട്ടുള്ള പോലീസുകാരെ നിങ്ങളെന്തിനു ഭയപ്പെടണം? എപ്പോഴും വലിച്ചെറിയാൻ തോന്നുന്ന ഒരു തൊപ്പിയും ധരിച്ചാണ് ഇത്രയും കാലം ഞാൻ പോലീസുകാരനായി ജീവിച്ചത്. ആത്മാർത്ഥതയും അർപ്പണബോധമുള്ള പോലീസുകാർ നിരവധി ഉണ്ടെങ്കിലും അനീതിക്ക് കൂട്ടുനിൽക്കേണ്ടി വരുന്ന നിസ്സഹായരുടെ ഒരു സംഘമാണ് പോലീസ് എന്നെൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഓരോ കാലത്തും ഭരിക്കുന്ന പാർട്ടിയുടെ കുഴലൂത്തുകാരായി മാത്രം എന്നെപ്പോലുള്ള പോലീസുകാർക്ക് ജീവിക്കേണ്ടി വന്നു. എന്നെങ്കിലും ഒരിക്കൽ ആ സത്യങ്ങൾ വിളിച്ചു പറയാൻ അവസരം കിട്ടുമെന്ന് കരുതി മാത്രം ഞാൻ ജീവിച്ചു. ആ അവസരം ഇന്ന് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. പാലക്കാട്ടുള്ള ഒരു സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴാണ് 6 വയസ്സുള്ള അക്ഷര എന്ന പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെടുന്നത്. അവളുടെ ആ നിഷ്കളങ്കമായ പുഞ്ചിരി അതിപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. കൃഷിയും കുലത്തൊഴിലും മാത്രം ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നാട്ടുകാരുടെ ഏക പ്രശ്നം കുടിവെള്ളമായിരുന്നു. അതിനുവേണ്ടി ഒരു ദിവസം അവർ നിരത്തിലിറങ്ങി. ആ ജാഥയുടെ മുൻപന്തിയിൽ അമ്മയുടെ കൈയും പിടിച്ച് അക്ഷരയും ഉണ്ടായിരുന്നു. വളരെ ശാന്തമായി അവസാനിക്കുമായിരുന്ന ആ സമരത്തിന് നേരെ ഒട്ടും പ്രകോപനമില്ലാതെ ആ ഓഫീസർ വെടിവെക്കാൻ ഉത്തരവിട്ടു. ഒരു നിമിഷത്തെ ആവേശത്തിൻ്റെ പേരിൽ, ഒരു ഉത്തരവിൻ്റെ പേരിൽ നിരവധി ജീവനുകളാണ് അന്ന് പൊലിഞ്ഞു വീണത്. എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് ആ കൊച്ചുകുഞ്ഞ് വെടിയേറ്റ് പിടഞ്ഞു വീണത്. പറ്റിയ തെറ്റിന് പ്രായശ്ചിത്തവും പരിഹാരവും കാണുന്നതിന് പകരം കുറ്റക്കാരനായ ഓഫീസറെ രക്ഷിക്കുന്നതിന് വേണ്ടി നടന്ന സംഭവത്തിൻ്റെ നേരെ വിപരീതമായ ഒരു തിരക്കഥ അന്ന് കേസ് ഡയറിയിൽ പോലീസുകാർ എഴുതി ചേർത്തു. സത്യം തുറന്നു പറയാനും സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിന് പറ്റിയ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും ശ്രമിച്ച എനിക്ക് കിട്ടിയത് ചട്ടലംഘനത്തിൻ്റെ പേരിൽ നിയമ നടപടിയും. എന്താടാ നോക്കി നമ്മുടെ പപ്പേട്ടനോ? വീണ്ടും വീണ്ടും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും അപരാധികൾ നിയമത്തെ നോക്കുകുത്തിയാക്കി രക്ഷപ്പെടുകയും ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അതിൽ പലതിലും മൂക പങ്കാളിയാവാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യനായ ഒരു പോലീസുകാരനായിരുന്നു ഞാൻ. റിട്ടയർഡായ ഒരു പോലീസുകാരൻ്റെ ഈ തുറന്ന പറച്ചൽ ഉറപ്പായും മേലധികാരികളെ ചൊടിപ്പിക്കും. അവരേത് നിമിഷവും എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ വന്നേക്കും. രാഹുൽ,
ഞാൻ പറയുന്നത് മുഴുമിപ്പിക്കാൻ എന്നെ നിങ്ങൾ സഹായിക്കണം. ചില പോ പോ. ഓ ഈ അടുത്ത് നടന്ന ക്വാർട്ടേഴ്സ് മോഷണ കേസിൽ ശരിക്കുള്ള പ്രതിയെ കിട്ടാതെ പോലീസ് നെട്ടോട്ടമോടിയപ്പോൾ പോയ മാനം തിരിച്ചു പിടിക്കാൻ പോലീസ് അമ്പിളി എന്ന ഡമ്മി പ്രതിയെ ഇറക്കുന്നു. അവനെ കോടതിക്ക് മുന്നിൽ കുറ്റവാളിയായി അവതരിപ്പിക്കുന്നു. എന്നിട്ട് ഇതേ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അവർ തന്നെ എഴുതി ചേർക്കുന്നു. ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. അമ്പിളിയെ ഇന്ന് കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. എന്നാൽ ഇതേ അമ്പിളി തന്നെയാണ് ആ മോഷണം നടത്തിയത്. അവനെ കൊണ്ട് ചെയ്യിച്ചത് ഞാനും. ഒരു റൈറ്റർ വിചാരിച്ചാൽ മതി ഒരു നിരപരാധിയെ അപരാധിയാക്കാനും അപരാധിയെ നിരപരാധിയാക്കാനും സാധിക്കും. അതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഫോഴ്സ് തികഞ്ഞില്ലെങ്കിൽ യൂസ് മോർ ഫോഴ്സ്. യെസ് സർ. മാറോ, മര്യാദയ്ക്ക് നിങ്ങൾ ഗേറ്റ് തുറക്കണം, അല്ലെങ്കിൽ എനിക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. സാറേ, ഇത് ചെങ്കോട്ടയാണ്. ഇതിന്റെ അകത്ത് കാലുകുത്തി കഴിഞ്ഞാൽ സാറിന്റെ നിക്കർ കീറും. Go back, go back! Go back, go back! Police, go back! Police, go back! ഒന്ന് പറഞ്ഞേക്കാം. ഒന്നായി തന്നെ പറഞ്ഞേക്കാം. കോട്ടയാണിത് ചെങ്കോട്ട. കോട്ടയാണിത് ചെങ്കോട്ട. ഓർത്ത് കളിച്ചോ, സൂക്ഷിച്ചോ. ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് നമ്മൾ എന്ത് വിപ്ലവം പറഞ്ഞാലും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രവി സാറിൻ്റെ മകൾ രേണുക എന്നെ തോൽപ്പിക്കുമോ എന്ന് ഞാൻ പേടിച്ചു. അപ്പോഴാണ് ജീവച്ഛവമായി കിടക്കുന്ന അക്ഷരയെ ഞാൻ രേണുകയ്ക്ക് കാണിച്ചു കൊടുത്തത്. അക്ഷര മറ്റാരുമല്ല, ഇതേ അമ്പിളിയുടെ സഹോദരി. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കണം. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ വന്നതാണ്. ഞങ്ങളെ അതിന് അനുവദിക്കണം. പപ്പേട്ടന് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം പറഞ്ഞു കഴിയും വരെ നമ്മൾ ആരും ഇവിടെ നനകത്തില്ല. ഗേറ്റ് തുറക്കാൻ പറയണം. അച്ഛനും മോനൊക്കെ ഒന്ന് വീട്ടില് പപ്പേട്ടന് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് അച്ഛനും പുറത്തു വരും. എന്നിട്ട് മതി അർഷൊക്കെ. അല്ലാതെ ഏത് പോലീസുകാരനും ശരി ക്യാമ്പസിനത്തിൽ ആലോചിക്കാം. ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങളൊരിക്കലും ഒരു പത്മനാഭ പിള്ളയാവരുത്. അങ്ങനെയായാൽ അക്ഷരയെ പോലുള്ളവർ ഇനിയും ഉണ്ടാകും. സർ, ടിയർ ഗ്യാസ് പ്രയോഗിക്കാനാണ് സർ ഉത്തരവ്. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ പോലീസിന് മറ്റു നടപടികളിലേക്ക് കടക്കേണ്ടി വരും. ഇതെല്ലാം എൻ്റെ പരിമിതമായ അന്വേഷണത്തിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ട കേസുകളാണ്. ബഹുമാനപ്പെട്ട രാമനാഥൻ സാറിനെ ഞാനത് ഏൽപ്പിക്കുകയാണ്. ഈ കേസുകളെല്ലാം റീഓപ്പൺ ചെയ്യണം സാർ. എന്നിട്ട് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നതും കുറ്റവാളികൾ രക്ഷപ്പെടുന്നതും പലപ്പോഴും പോലീസിൻ്റെ പിടിപ്പീട് കൊണ്ടാണ്. അത് ഇനി ഒരിക്കലും ഉണ്ടായിക്കൂടാ. സത്യബോധം സുധാംബോധിവാസം മഹാതത്വമേവം സത്യം നമാമി.